നമസ്കാരം. വിൻ്റർ ഹെവൻ്റെ പുതിയൊരു ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളേവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ആ വാർത്ത നമ്മുടെ മുന്നിലേക്കെത്തി. വേടനെ കുടുക്കി എല്ലാവരും കൂടി കയ്യിൽ കൊടുത്തു. അതുപോലെ ഡോക്ടർ ഹാരിസ് വളരെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള ഡോക്ടർ ഹാരിസ്, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുരുതരമായ ആരോപണങ്ങളെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ അതിൽ കൂടുതലായി പ്രതീക്ഷിച്ചിരുന്നു. വേടനെ കുടുക്കിയതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീ വിഷയത്തിൽ ഡോക്ടർ ഹാരിസിനെ കുടുക്കും എന്ന് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കുടുക്കൽ ഉണ്ടായിട്ടുള്ളത്. വളരെ കഠിനാധ്വാനത്തിലൂടെയും വളരെ പ്രയാസത്തിലൂടെയും കഷ്ടപ്പെട്ട് വളരെ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് കയറി വന്ന വേടനെ പോലെയുള്ള ഒരു യുവ ഗായകനെ, റാപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന യുവ ഗായകനെ, എഴുത്തുകാരനും കലാകാരനുമാണ് അദ്ദേഹം, ഗായകനും കൂടിയാണ്. അദ്ദേഹത്തെ ഏതോ ഒരു പെണ്ണ് കേസിൽ, ഇത്രയും നാളുകളായി ഉണ്ടാകാത്ത ഒരു പെണ്ണ് കേസ്, വേടനെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പറയുണ്ടായി, നല്ല കഴിവുള്ള കലാകാരനാണെങ്കിൽ അദ്ദേഹം ഒരു ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ നല്ല ഒരു പെണ്ണ് കേസിൽ തന്നെ കൊടുക്കാൻ ആ ഗവൺമെൻറ്റിനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് ആർക്കെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് കഴിയും. അപ്പോൾ പല സ്ഥലങ്ങളിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന വേടൻ, സ്വയപ്രയത്നത്താൽ കയറി വന്ന വേടൻ, മറ്റൊരു പ്രശസ്ത ഗായകൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ട്, വേടനോ അങ്ങനെ ഒരാളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലെന്നാണ്. അപ്പോൾ കുറച്ച് പേരുടെ കുത്തകയായി വച്ചിരിക്കുന്ന ഈ മേഖല, ഗാന മേഖല ഒരാൾ കൈയടക്കുമ്പോൾ ഒരു യുവ ഗായകൻ വന്ന് എഴുതുകയും പാടുകയും ചെയ്യുന്ന നല്ല ഒരു ശൈലി കൊണ്ടുവന്ന് നാട്ടിലെ ജനങ്ങളെ വളരെ സന്തോഷിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടം, അത് സത്യത്തിൽ അത് ഇഷ്ടപ്പെടാതെ ഇരുന്ന കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, റാപ്പർ വേടനെ കുടുക്കിയിരിക്കുകയാണ്. ഒരു പെണ്ണ് കേസിൽ, ഒരു സ്ത്രീ വിഷയത്തിൽ കുടുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ കാണാനില്ല എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഞങ്ങൾ കാണുകയുണ്ടായി. അതിനുള്ള മറുപടി എന്നോണം ഡോക്ടർ ഹാരിസ് ഇന്നലെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഒരു ഉപകരണങ്ങളും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, മോഷണം പോയിട്ടുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ മുഖം കൊള്ളാത്തതിന് കണ്ണാടി തല്ലി പൊട്ടിക്കുന്ന പ്രവണത ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പിന്നെ ഞങ്ങളെപ്പോലുള്ളവരും സത്യങ്ങൾ വിളിച്ചു പറയുമെങ്കിൽ നാളെ പെണ്ണ് കേസൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. സ്ത്രീകളുമായിട്ടുള്ള കേസുകൾ ഏതെങ്കിലും ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷേ അതിനകത്ത് സത്യസന്ധമായ സത്യാവസ്ഥ വേണം. ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് എന്നെ ഇന്നപോലെ ചെയ്തു എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയരുത്. ആ കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാലും മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകും. വേടനെ പോലുള്ള ഒരാളെന്ന് പറയുമ്പോൾ ആ കഠിനാധ്വാനത്തിലൂടെ കയറി വരാനായിട്ട് രക്ഷപ്പെടാനിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നതും അതുപോലെ ഡോക്ടർ ഹാരിസിനെ പോലുള്ള സത്യസന്ധനെ ആക്രമിക്കുന്നതുമൊക്കെ നാളെ പിൽക്കാലത്ത് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന തിരിച്ചടിയുടെ ഭാഗമായിരിക്കും. ഇതെല്ലാം ആയി മാറും എന്ന് ഇത്തരണത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.